ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ പുതുതായിട്ടൊരു സിസ്റ്റം പഠിക്കാൻ തുടങ്ങി അല്ലേ? ഏത് സിസ്റ്റം ആയിരുന്നു? അതെ, സ്കെൽറ്റൽ സിസ്റ്റം. സ്കെൽറ്റൽ സിസ്റ്റം നമ്മുടെ ശരീരത്തിലെ ബോണുകളെയൊക്കെ കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ സ്കെൽറ്റൽ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മുടെ ശരീരത്തിലെ ഡിഫറെൻറ്റ് ബോണുകളെ പഠിച്ചു അല്ലേ? കാലിലെയും കൈയിലെയും ബോഡിയിലെയും മെയിൻ ബോഡിയിലെയൊക്കെ ബോണുകളെ കുറിച്ച് പഠിച്ചു. അതിൽ നമ്മൾ വേറെ എന്തെല്ലാം പഠിച്ചു? ഒരുപാട് ബോണുകളുടെ പേര് പഠിച്ചല്ലേ? പിന്നെ ബോൺസിൻ്റെ ഫങ്ഷൻസ് പഠിച്ചു. നമുക്ക് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബോൺസ് ആണ്. ബോൺസിനെ ക്ലാസിഫൈ ചെയ്തത്, തരം തിരിച്ചത്. ഏതൊക്കെയാണ് ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ, അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിലൊക്കെയാണ് നമ്മൾ സ്കെൽറ്റനെ ക്ലാസിഫൈ ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു പൊസിഷൻ ആൻഡ് അക്കോർഡിംഗ് ടു ഷേപ്പ്, സൈസ് ആൻഡ് ഫോർമേഷൻ. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതാണ്? അക്കോർഡിംഗ് ടു പൊസിഷൻ. അക്കോർഡിംഗ് ടു പൊസിഷനിൽ മെയിനായിട്ടും 2 ടൈപ്പുകൾ വരുന്നുണ്ട്. ആക്സിയൽ സ്കെൽട്ടൺ ആൻഡ് അപ്പൻഡിക്കുലർ സ്കെൽട്ടൺ. ആക്സിയൽ സ്കെൽട്ടൺ എന്ന് പറയുന്നത് ബോഡിയുടെ സെൻട്രൽ പോർഷനിൽ വരുന്നത്. അപ്പൻഡിക്കുലർ എന്ന് പറയുന്നത് ലിംബുകളിലും ഗർഡിൽസിലൊക്കെ വരുന്ന സ്കെൽട്ടൻസ്, ബോണുകൾ. ആക്സിയൽ സ്കെൽട്ടണിൽ വരുന്നത് ഏതൊക്കെയാണ്? മെയിനായിട്ടും സെൻറ്റർ പോർഷനെ ആലോചിക്കുക. നമ്മൾ സെൻറ്റർ പോർഷനെ ആലോചിക്കുമ്പോൾ കിട്ടും സ്കൾ. തലയോട്ടിക്ക് പറയുന്നത് എന്താണ്? സ്കൾ. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് വരുന്നത് വെർട്ടിബ്ര വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ വെർട്ടിബ്ര വരുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിലാണെങ്കിൽ ഏതാ വരുന്നത്? റിബ്സ് വരുന്നുണ്ട്. പിന്നെ റിബ്സിൻ്റെ ഇടയിലായിട്ട് എന്ത് വരുന്നു? ഫ്ലാറ്റ് ബോണിന് പറയുന്ന പേരെന്താണ്? സ്റ്റേണം. അതിനുശേഷം ഇത്രയാണ് ഇതിൽ വരുന്നത്, ആക്സിയൽ സ്കെൽട്ടണിൽ വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്കളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എല്ലാവരും ഒന്ന് നോക്കിയായിരുന്നു അതൊക്കെ? സ്കളിൽ 2 ടൈപ്പ് ബോണുകളുണ്ട്. ഏതൊക്കെയാണ്? ക്രേനിയൽ ബോൺസ് ആൻഡ് ഫേഷ്യൽ ബോൺസ്. ക്രേനിയൽ ബോൺസ് ഏതൊക്കെയായിരുന്നു? എത്ര എണ്ണം ഉണ്ട്? നമ്പർ 8 എണ്ണം. ഫേസ് ബോണുകളാണെങ്കിൽ 14 എണ്ണം. അവിടെ പേരൊക്കെ കറക്റ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇനി നമ്മുടെ ബോണുകളിലുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ്? സ്കളിൽ ബോണുകൾ തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലം, ജോയിൻ ചെയ്യുന്ന സ്ഥലത്തെ നമ്മൾ എന്താ വിളിക്കുന്നത്? ജോയിൻസുകൾ എന്താ വിളിക്കുന്നത്? സച്ചേഴ്സ് എന്ന്. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് മാറ്ററാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്, നമ്മുടെ ക്രേനിയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കളിൽ മോബിളായിട്ടുള്ള ഒറ്റ ബോണാണ് ഏത്? മാൻഡിബിൾ. ലോവർ ജോയിൽ കാണുന്നത്. ഓക്കെ. ജോ മീൻസ് താടിയിൽ കേട്ടോ. ഇനി അടുത്ത ബോണിനെ കുറിച്ച് നമുക്ക് പഠിച്ചു തുടങ്ങാം. ആക്സിയൽ സ്കെൽട്ടണിൽ രണ്ടാമത് വരുന്ന ബോണാണ് സ്റ്റേണം, ബ്രസ്റ്റ് ബോൺ. It is a flat dagger shaped bone at the front of the body.
ഫ്ലാറ്റ് ഷേപ്പിലുള്ള ബോണാണ്. നമ്മുടെ ശരീരത്തിലെ ബോഡിയുടെ ഫ്രണ്ട് പോർഷനിൽ കാണപ്പെടുന്ന ഫ്ലാറ്റ് ഷേപ്പുള്ള ഒരു ബോണാണ് സ്റ്റേണം എന്ന് പറയുന്നത്. ആവറേജ് ലെങ്ത് ഈസ് 17 സെൻറ്റിമീറ്റർ. 17 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ആവറേജ് ലെങ്ത് ആയിട്ട് പറയുന്നത് ഇൻ അഡൾട്ട്. ദ ക്ലാവിക്കൽ ആർട്ടിക്കുലേറ്റ് വിത്ത് ഇറ്റ്. ക്ലാവിക്കൽ ബോൺ, നമ്മുടെ നെക്കിൽ കാണുന്ന ആ ഒരു പൊന്തി നിൽക്കുന്ന ആ ഒരു ബോണാണ് ക്ലാവിക്കൽ എന്ന് പറയുന്നത്. അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അതിനോട് എന്ത് ചെയ്യുന്നുണ്ട്, കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. Manubrium is a main part of sternum. Is a triangular shaped piece of bone. ഇനി നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന സ്റ്റേണത്തിൻ്റെ മെയിൻ പോർഷനായിട്ട് പറഞ്ഞാണ് മാനുബ്രിയം. ഇത് നമ്മൾ സ്കെൽറ്റൻ നോക്കിയാൽ അറിയാം, സ്റ്റേണം പോർഷനിൽ, സ്റ്റേണം ബോണിൻ്റെ റീജിയണിൽ എന്ത് ചെയ്യും, അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ലോവർ സർഫസിലായിട്ട് ഒരു ട്രയാങ്കുലർ ഷേപ്പ് കാണും. അതാണ് എന്ത്, മാനുബ്രിയം എന്ന് പറയുന്നത്. ഇത് സ്റ്റേണത്തിൻ്റെ ഒരു മെയിൻ പാർട്ടാണ്. ഇനി ആക്സിയൽ സ്കെൽറ്റനിൽ വരുന്ന മറ്റൊരു ബോൺ ആണ് റിബ്സ്. നമ്മുടെ വാരിയെല്ലുകൾ എന്ന് പറയുന്നത്. റിബ്സ് ആർ ഫ്ലാറ്റ് ആർട്ട് ഷേപ്പ്ഡ് ബോൺസ്. വളഞ്ഞ രീതിയിൽ കാണപ്പെടുന്ന ഫ്ലാറ്റായിട്ടുള്ള ചെറുതായിട്ട് പരന്ന രീതിയിലുള്ള ബോണുകളാണ് റിബ്സ് എന്ന് പറയുന്നത്. കുറച്ച് തള്ളിയല്ലേ റിബ്സുകൾ നിൽക്കുന്നത്, ആണ് ആർട്ട് ഷേപ്പ്ഡ് എന്ന് പറയുന്നത്. വിച്ച് ആർ 12 in number on each side. രണ്ട് ഭാഗത്തും നമ്മൾ റിബ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തും 12 എണ്ണം വീതമാണ് ഉള്ളത്. 12 in number on each side. They are attached behind the vertebral column. എവിടെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? ബിഹൈൻഡ് ദ വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളത്തിലാണ് റിബ്സിൻ്റെ ബാക്ക് പോർഷൻ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. The upper 7 pair of ribs called true ribs. നമ്മൾ 12 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു രണ്ട് സൈഡിലും. അതിൽ 1 മുതൽ 7 വരെ ഉള്ളതിനെ നമ്മൾ ട്രൂ റിബ്സ് എന്ന് വിളിക്കും. കാരണം എന്താണ്? ആർ അറ്റാച്ച്ഡ് ടു ദ സ്റ്റേണം ആൻറ്റീരിയർലി ബൈ കോസ്റ്റൽ കാർട്ടിലേജ്. കാർട്ടിലേജ് വഴി, കോസ്റ്റൽ കാർട്ടിലേജ് വഴി എന്ത് ചെയ്തിട്ടുണ്ട്? ആൻറ്റീരിയർ പോർഷൻ, അതായത് എൻഡ് പോർഷനിൽ എല്ലാതും എവിടെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? വെർട്ടിബ്രൽ കോളത്തിൽ, എല്ലാ ബോണുകളുടെയും. പക്ഷേ ഫസ്റ്റിലുള്ള അപ്പർ 7 പെയർ എന്ത് ചെയ്തിട്ടുള്ളൂ? ആൻറ്റീരിയർ കോസ്റ്റൽ കാർട്ടിലേജ് വഴി, ആൻറ്റീരിയർലി കോസ്റ്റൽ കാർട്ടിലേജ് വഴി സ്റ്റേണത്തിൽ ആ ഫ്ലാറ്റ് ബോണിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്കെൽറ്റൽ പിക്ചർ കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് നോക്കുക. 8, 9, 10 are attached indirectly to the sternum by means of the costal cartilage or called false ribs. അതായത് നമ്മുടെ 7 പെയേഴ്സ്, അപ്പർ 7 പെയേഴ്സ് എന്ന് പറയുന്നത് കോസ്റ്റൽ കാർട്ടിലേജ് വഴി ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, നേരിട്ടിട്ട്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ 7 പെയറിൽ 7 അറ്റാച്ച്മെൻറ്റ്സ് കാണാം. പക്ഷേ ഈ 8, 9, 10 റിബ്സ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവരെല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഒറ്റ പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? അറ്റാച്ച് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ്ലി നേരത്തെ പറയുന്നത് ഓരോ പെയറുകളും ഡയറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 3 എന്താ ചെയ്തിട്ടുള്ളത്? ഇൻഡയറക്റ്റ് ആണ്. അതായത് ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് 3ൻ്റെയും ഒരേ ബോണിലാണ് അല്ലെങ്കിൽ ഒരേ കാർട്ടിലേജിലാണ് വന്ന്
ക്ലോസ് ആവുന്നത്. ദേ ആർ കോൾഡ് ഫാൾസ് റിബ്സ് ആണ് ഫാൾസ് റിബ്സ് എന്ന് പറയുന്നത്. 8, 9, 10. 11 and 12 are unattached anteriorly and are called floating ribs. നമ്മൾ പറഞ്ഞു എല്ലാ റിബ്സുകളും എന്ത് ചെയ്തിട്ടുണ്ട്, പോസ്റ്റീരിയർലി ബാക്ക് സൈഡ് എവിടെ ആരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ആരുമായിട്ട് അറ്റാച്ച്ഡ് ആണ്, വെർട്ടിബ്രൽ കോളവുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഇവിടെ 11 and 12 11ാമത്തെയും 12ാമത്തെയും റിബ്സ് എന്താ ചെയ്തിട്ടുള്ളത്, ആൻറ്റീരിയർലി അൺഅറ്റാച്ച്ഡ് ആണ്. നമ്മുടെ സ്റ്റേണവുമായിട്ടോ എന്തില്ല, കോണ്ടാക്റ്റ് ഇല്ല, അവരിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്, ഫ്ലോട്ടിംഗ് റിബ്സ്. ഓക്കെ, നമുക്ക് വെർട്ടിബ്രൽ കോളത്തിലേക്ക് കിടക്കാം. വെർട്ടിബ്രയെ കുറിച്ച് പഠിക്കാം. നമ്മൾ നേരത്തെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കെൽട്ടൺ, അതും കൂടെ ആ ഒരു പിക്ചറും കൂടെ ഈ ക്ലാസ്സിൻ്റെ കൂടെ വെച്ച് നോക്കുക. വെർട്ടിബ്രൽ കോളം ആക്സിയൽ സ്കെൽട്ടണിൽ വരുന്ന 4ാമത്തെ ബോണാണ്, അല്ലെങ്കിൽ 4ാമത്തെ ആക്സിയൽ സ്കെൽട്ടണാണ് എന്ത്, വെർട്ടിബ്ര എന്ന് പറയുന്നത്. വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളം ഈസ് ദ സെൻട്രൽ ആക്സിസ് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിൻ്റെ സെൻറ്റർ പോർഷനിൽ കാണപ്പെടുന്ന, പോസ്റ്റീരിയറിലാണ്, അതായത് ബാക്ക് സൈഡിലാണ് സെൻറ്റർ ആക്സിസ് ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ സെൻറ്റർ പോർഷനിൽ കാണപ്പെടുന്നതാണ് എന്ത്, വെർട്ടിബ്രൽ കോളം. ദ അഡൾട്ട് വെർട്ടിബ്രൽ കോളം മെഷേഴ്സ് 60 to 70 സെൻറ്റിമീറ്റർ. ഒരു മുതിർന്ന വ്യക്തിയിൽ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 60 to 70 സെൻറ്റിമീറ്റർ. 60 to 70 60 to 70 സെൻറ്റിമീറ്ററാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 33 ഇറഗുലർ ബോൺസ് കോൾഡ് വെർട്ടിബ്രേ. എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ വെർട്ടിബ്രൽ കോളത്തിൽ പറയുന്ന നട്ടെല്ലെന്ന് പറയുന്ന ഭാഗമാണ് ഈ പറയുന്നത്. അതിൽ 33 ഇറഗുലർ ബോണുകളാണ്, ഒരു കൃത്യ ഷേപ്പ് ഇല്ലാത്ത ബോണുകളാണ് വെർട്ടിബ്രൽ കോളത്തിൽ ഉള്ളത്. അങ്ങനെ കൃത്യതയില്ലാത്ത 33 ബോണുകളാണ് വെർട്ടിബ്രൽ കോളത്തിൽ ഉള്ളത്. 24 ആർ സെപ്പറേറ്റ്. 24 എണ്ണം എന്താണ്, സെപ്പറേറ്റ് ആയിട്ട് സ്ഥിതി ചെയ്യുന്നു, വേറെ വേറെ ആയിട്ട് സ്ഥിതി ചെയ്യുന്നു. ബിറ്റ്വീൻ ഈച്ച് വെർട്ടിബ്രേ there is a pad of white fibrous cartilage called intervertebral disc. ഓരോ വെർട്ടിബ്രയ്ക്കും ഇടയിലായിട്ട് ഓരോ 33 ബോണുകൾ അറ്റാച്ച് ചെയ്തിട്ടാണ് വെർട്ടിബ്രൽ കോളം ഉണ്ടായിട്ടുള്ളത്. അതിൽ ഓരോ വെർട്ടിബ്രയും സെൻറ്ററിലായിട്ട് എന്തുണ്ട്, വൈറ്റ് ഫൈബ്രസ് കാർട്ടിലേജ് ഉണ്ട്. നമ്മൾ തരുണാസ്ഥി എന്ന് പറയുന്ന സംഭവമാണ് ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ ഇടയിലും എന്തുണ്ട്, ഈ വൈറ്റ് ഫൈബ്രസ് കാർട്ടിലേജിൻ്റെ ഒരു ചെറിയ ഡിസ്ക് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയുന്നത്. അങ്ങനെ 24 എണ്ണം സെപ്പറേറ്റ് ആയിട്ടും കാണപ്പെടുന്നു. അതിനുശേഷം കാണുന്ന റിമൈനിങ് 9 ആർ ഫ്യൂസ്ഡ് ടു ഫോം 2 ബോൺസ്. 24 എണ്ണം സെപ്പറേറ്റ് ആയിട്ട് കാണുന്നു. അതിനുശേഷം വരുന്ന 9 എണ്ണം കൂടിച്ചേർന്ന് 2 ബോണുകളായിട്ട് മാറുന്നുണ്ട്. വെർട്ടിബ്രൽ കോളത്തിൻ്റെ മെയിൻ ഫങ്ഷനായിട്ട് പറയുന്നത് പ്രൊട്ടക്ട് ദ സ്പൈനൽ കോഡ് ആൻഡ് സ്കൾ റെസ്റ്റ് ഓൺ ഇറ്റ്. നമ്മുടെ ഈ ബോണുകളുടെ ഇറഗുലർ ബോണാണെന്ന് പറഞ്ഞു, അതിൻ്റെ സെൻറ്റർ വഴി നമ്മുടെ സ്കളിൽ നിന്ന് വരുന്ന ഫോറാമൻ മാഗ്നത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് അതിന് നേരെയായിട്ട് എന്തുണ്ട്, ഈ വെർട്ടിബ്രൽ കോളത്തിലും അല്ലെങ്കിൽ വെർട്ടിബ്രയിലും എന്തുന്നുണ്ട്, ചെറിയ ഹോൾസ് ഉണ്ട്. ഈ ഹോൾസ് വഴിയാണ് നമ്മുടെ സ്പൈനൽ കോഡ് താഴേക്ക് പോകുന്നത്. അപ്പോൾ ആ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്കള്ളിന് റെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്ഥലമായിട്ട്, സ്കള്ള് നിൽക്കുന്നത് ആരാണ്, എവിടെയാണ്, നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിലാണ്. ഓക്കെ,
ഇത്രയാണ് നമ്മൾ ആക്സിയൽ സ്കെൽറ്റനിൽ വരുന്നത്. ഇതൊക്കെയായിരുന്നു സ്കൾ, റിബ്സ്, സ്റ്റേണം ആൻഡ് വെർട്ടിബ്രെ. ഇനി നമ്മുടെ വെർട്ടിബ്രയ്ക്കും എന്തുണ്ട്, ഗ്രൂപ്പുകളാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. The vertebrae can be grouped and named according to the region they occupy. അവർ സിറ്റുവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്തിനനുസരിച്ച് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. cervical vertebra, thoracic vertebra, lumbar vertebrae, sacrum and coccyx. ഇത്രയാണ് വെർട്ടിബ്രയുടെ ക്ലാസിഫിക്കേഷൻസ്. 7 സെർവൈക്കൽ വെർട്ടിബ്രെ. ഫസ്റ്റിൽ വരുന്ന 7 എണ്ണം എന്ന് പറയുന്നത് സെർവൈക്കൽ വെർട്ടിബ്ര എന്ന് പറയുന്നു. അതിനുശേഷം വരുന്ന 12 എണ്ണം, നമ്മുടെ റിബ്സുകൾ ജോയിൻ ചെയ്യുന്ന 12 എണ്ണത്തെ തൊറാസിക് വെർട്ടിബ്രെ എന്ന് പറയുന്നു. അതിനുശേഷം വരുന്ന 5 എണ്ണം ലംബാർ വെർട്ടിബ്ര. ഈ ലംബാർ റീജിയനിൽ നിന്നാണ് നമ്മൾ CSF ഒക്കെ കളക്ട് ചെയ്യുന്നത്, സെറിബ്രോസ് സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഫ്ലൂയിഡ്. ദെൻ സാക്രം ആൻഡ് കോക്സിസ്. സാക്രൽ വെർട്ടിബ്രെ ഓർ സാക്രം സെയിം മീനിങ് ആണ്. കോക്സിസ്. ഇത്രയാണ് വെർട്ടിബ്രയുടെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. The first cervical vertebrae called atlas and the second one is axis. ആദ്യം വരുന്ന സെർവൈക്കൽ വെർട്ടിബ്രയിൽ ഏറ്റവും മുകളിലുള്ള 2 എണ്ണത്തെ, അതിൽ ഫസ്റ്റിലത്തെ നമ്മൾ വിളിക്കുന്നത് അറ്റ്ലസ് എന്നും സെക്കൻഡ് വെർട്ടിബ്രേനെ വിളിക്കുന്നത് ആക്സിസ് എന്നുമാണ്. ഇത്രയാണ് വെർട്ടിബ്രയുടെ ക്ലാസിഫിക്കേഷൻ. ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, സെർവൈക്കൽ, തൊറാസിക്, ലംബാർ, സാക്രം, കോക്സിസ്. ബോണുകളുടെ പേരൊക്കെ പറഞ്ഞ് പഠിക്കുക. ഇത്രയും നമ്മൾ ആക്സിയൽ സ്കെൽറ്റനെ കുറിച്ച് പറഞ്ഞു. അടുത്തത് അപ്പെൻഡിക്കുലാർ സ്കെൽറ്റനാണ്. ഷോൾഡർ ഗേർഡിൽ ആൻഡ് അപ്പർ ലിംബ് ബോൺസ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ആക്സിയൽ സ്കെൽറ്റനും അപ്പെൻഡിക്കുലാർ സ്കെൽറ്റനും. അതിൽ അപ്പെൻഡിക്കുലാർ സ്കെൽറ്റനാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഷോൾഡർ ഗേർഡിൽ ആൻഡ് അപ്പർ ലിംബ് ബോൺസ്. 2 എണ്ണമാണ് വരുന്നത്, ഷോൾഡർ ഗേർഡിലും ആൻഡ് അപ്പർ ലിംബ് ബോൺസ്. ഷോൾഡർ റീജിയനിൽ വരുന്ന 2 ബോണുകളും കൂടാതെ കൈകളിൽ വരുന്ന, ലിംബുകളിൽ വരുന്ന, അപ്പർ ലിംബിൽ വരുന്ന ബോണുകളെ കുറിച്ചുമാണ് പറയുന്നത്. ഷോൾഡർ ഗേർഡിൽ കൺസിസ്റ്റ് ഓഫ് 2 ബോൺസ്. ഷോൾഡർ ഗേർഡിൽ വരുന്നത് 2 ബോണുകളാണ്. നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്ലാവിക്കിൾ, സ്കാപ്പുല. കേട്ടിട്ടില്ലേ? ക്ലാവിക്കിൾ ആൻഡ് സ്കാപ്പുല. ക്ലാവിക്കിൾ, also known as collar bone, is long and curved bones. എന്താണ് ക്ലാവിക്കിൾ എന്ന് പറയുന്നത്? കോളർ ബോണുകളെയാണ്. കോളർ സൈഡിൽ വരുന്ന ബോണാണ് എന്ത്? ക്ലാവിക്കിൾ ബോൺ. ഈസ് ലോങ് ആൻഡ് കർവ്ഡ് ബോൺ. എന്താണ്? നീളമുള്ളതും അതുപോലെ തന്നെ ഒരു കർവ്ഡ്, ഒരു വളഞ്ഞ ഷേപ്പിലുള്ളതാണ്. ലൈ ഇൻ ഫ്രണ്ട് ഓഫ് ദ നെക്ക്. ഇറ്റ് ഈസ് ഓൺലി ഹൊറിസോണ്ടൽ ബോൺ ഇൻ സ്കെൽറ്റൻ. ശരീരത്തിലുള്ള ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിൽക്കുന്ന ഒരു ബോണാണ് ഇത് ക്ലാവിക്കിൾ. നമ്മുടെ നെക്കിന് ഫ്രണ്ട് പോർഷനിലാണ് എന്ത് ചെയ്യുന്നത്? ക്ലാവിക്കിൾ കാണുന്നത്. ഏതാ ബോണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അടുത്താണ് സ്കാപ്പുല, ഓൾസോ നോൺ ആസ് ഷോൾഡർ ബ്ലേഡ്, ഫ്ലാറ്റ് ആൻഡ് ട്രയാങ്കുലാർ, lying at the back of thorax. The back surface of scapula, there is a prominent ridge called spine. സ്കാപ്പുലയിൽ എന്താണ്? അതിനെ അറിയപ്പെടുന്നത് ഷോൾഡർ ബ്ലേഡ് എന്നാണ്. ഇതും നമ്മുടെ സ്റ്റേണോ പോലെ
ഫ്ലാറ്റാണ്, സ്റ്റെർണത്തേക്കാളും ഫ്ലാറ്റായിട്ടുള്ള ട്രയാങ്കുലാർ ഷേപ്പിലുള്ള ബോണാണ് സ്കാപ്പുല എന്ന് പറയുന്നത്. തൊറാക്സ് റീജിയൻ, അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ പിറകിലായിട്ട് തൊറാക്സ് റീജിയൻ എന്ന് പറയുന്നത് ചെസ്റ്റ് റീജിയനിൽ ബാക്ക് സൈഡിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്കാപ്പുല കാണുന്നത്. സ്കാപ്പുലയിൽ ചെറിയ റിഡ്ജുകളുണ്ട്. ആ റിഡ്ജുകളെയാണ് നമ്മൾ സ്പൈൻ എന്ന് വിളിക്കുന്നത്. ഇനി ബോൺസ് ഓഫ് അപ്പർ ലിംബ്. അപ്പർ ലിംബിൽ കാണുന്ന ബോണുകളൊന്ന് പരിചയപ്പെടാം. അപ്പർ ലിംബ് മീൻസ് നമ്മുടെ ഹാൻഡ്, കയ്യിൽ. 1 ഹ്യൂമറസ്, 1 അൾന, 1 റേഡിയസ്. സ്കെൽട്ടൺ പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. 8 കാർപ്പൽസ്, 5 മെറ്റാകാർപ്പൽസ് ആൻഡ് 14 ഫലാഞ്ചസ്. ഇത്രയാണ് അപ്പർ ലിംബിലുള്ള ബോണുകൾ. കൈകളിലെ ബോണൊക്കെ വേർതിരിച്ച് പഠിക്കുക. വിരൽ പോർഷനാണ് ഫലാഞ്ചസ് ബോണുകൾ വരുന്നത്. അതിന് തൊട്ടു മുകളിലുള്ള ബോണുകളാണ് മെറ്റാകാർപ്പൽസ്. ശേഷം അപ്പർ ആമിൽ വരുന്നതാണ്, മുകൾ ഭാഗത്ത് ആമിൽ വരുന്ന കയ്യിൽ വരുന്നതാണ് ഹ്യൂമറസ് എന്ന് പറയുന്നത്. അതിന് ശേഷം വരുന്ന 2 ബോണുകൾ, ഹ്യൂമറസ് കഴിഞ്ഞാൽ പിന്നെ റേഡിയസ് അല്ല എന്ന് പറഞ്ഞിട്ട് 2 ബോണുകളാണ്. അതിനുശേഷം കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫലാഞ്ചസ്. കൈൻ്റെ മുകൾ പോർഷൻ ഹ്യൂമറസ്, പിന്നത്തെ പോർഷനിൽ 2 ബോണുകളുണ്ട് അടുത്തടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്, അൾന ആൻഡ് റേഡിയസ്, പിന്നെ കാർപ്പൽസ്. അതിനുശേഷം മെറ്റാകാർപ്പൽസ്, ഫലാഞ്ചസ്. ഇതാണ് ഹ്യൂമറസും റേഡിയസ് ആൻഡ് അൾന. ഹ്യൂമറസിന് 3 റീജിയൻ ഉണ്ട്: ഹെഡ്, ഷാഫ്റ്റ്, ട്രോക്ലിയ. പിന്നെ റേഡിയസ്, അൾന. പെൽവിക് ഗേർഡിൽ ആൻഡ് ലോവർ ലിംബ് ബോൺസ്. നമ്മൾ ഷോൾഡർ ഗേർഡിലും ഷോൾഡർ ഗേർഡിൽ ആൻഡ് അപ്പർ ലിംബ് ബോൺസ് പഠിച്ച പോലെ തന്നെ അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് പെൽവിക് ഗേർഡിൽ ആൻഡ് ലോവർ ലിംബ് ബോൺസ്. ലോവർ ലിംബ് എന്ന് പറയുന്നത് നമ്മുടെ കാൽ, ലെഗ് റീജിയനിലൊക്കെ വരുന്നത്. പെൽവിക് ഗേർഡിൽ എന്ന് പറയുന്നത് ഹിപ്പ് റീജിയനിൽ വരുന്ന ബോണുകൾ. The pelvic girdle or hip girdle is formed of 2 hip bones called innominate bones. Pelvic girdle നമ്മുടെ ഹിപ്പ് ബോൺസ് അല്ലെങ്കിൽ ഹിപ്പ് ഗേർഡിൽസ് എന്ന് പറയുന്നത് 2 ഹിപ്പ് ബോണുകൾ ചേർന്നാണ് പെൽവിക് ഗേർഡിൽ ഫോം ചെയ്തിട്ടുള്ളത്. ആ ബോണുകളെയാണ് നമ്മൾ ഇന്നോമിനേറ്റ് ബോൺസ് എന്ന് വിളിക്കുന്നത്. അതിൽ നിന്നും ഇന്നോമിനേറ്റ് ബോൺസിൻ്റെ പ്രത്യേകതകളൊന്നും നമുക്ക് അറിയാം. ഇറ്റ് ഈസ് ആൻ ഇറഗുലർ ഫ്ലാറ്റ് ബോൺ കമ്പോസ്ഡ് ഓഫ് 3 പാർട്സ്. ഇവ എന്താണ്? ഇറഗുലർ ഫ്ലാറ്റ് ബോണാണ്. കൃത്യതയില്ലാത്ത പരന്ന പ്ലേറ്റ് പോലെയുള്ള ബോണുകളാണ് ഇന്നോമിനേറ്റ് ബോൺസ് എന്ന് പറയുന്നത്. കമ്പോസ്ഡ് ഓഫ് 3 പാർട്സ്. ഇതിൻ്റെ 3 പാർട്സുകളാണ്. നമ്മൾ ഹ്യൂമറസിൻ്റെ പാർട്സ് പഠിച്ചല്ലോ, അതേപോലെ ഇന്നോമിനേറ്റ് ബോണിൻ്റെ പാർട്സുകളാണ് ഇലിയം, ഇഷിയം ആൻഡ് പ്യൂബിസ്. ഇലിയം, ഇഷിയം ആൻഡ് പ്യൂബിസ്. ഈ ഇലിയം, ഇഷിയം ആൻഡ് പ്യൂബിസ് ഈ 3 ബോണുകളും കൂടി ചേരുന്ന സ്ഥലത്ത് ഒരു കപ്പ് ഷേപ്പ്ഡ് ക്യാവിറ്റി കാണപ്പെടുന്നു. അതായത് കുഴി പോലുള്ളൊരു ഭാഗം. അതിനെയാണ് നമ്മൾ അസെറ്റാബുലം എന്ന് വിളിക്കുന്നത്. കപ്പ് ഷേപ്പ്ഡ് ക്യാവിറ്റിയാണ് നമ്മൾ അസെറ്റാബുലം എന്ന് വിളിക്കുന്നത്. ഈ അസെറ്റാബുലം എന്ന് പറയുന്ന റീജിയനിലാണ് നമ്മുടെ ഫീമർ ബോണിൻ്റെ ഹെഡ് റിസീവ് ചെയ്യുന്നത്. അതായത് ഫീമർ ബോണിൻ്റെ ഹെഡ് ജോയിൻ ചെയ്യുന്നത്, കൂടിച്ചേരുന്ന സ്ഥലം. The 2 pubic bones unite in front of
through fibrous cartilage to form symphysis, pubis symphysis. പെൽവിക് ഗഡിലെ രണ്ട് പ്യൂബിക് ബോണുകൾ കൂടിച്ചേരുന്നിടത്ത് ഫൈബ്രസ് കാർട്ടിലേജ് വഴി ജോയിൻ ചെയ്യുന്ന സ്ഥലത്താണ് പ്യൂബിസ് സിംബസിസ് ഫോം ചെയ്യുന്നത്. ഇതൊരു ഫോറാമനാണ്. അതായത് നമ്മൾ സ്കളിൽ പഠിച്ചല്ലോ, ഒരു ഹോള്, ഒരു സ്പേസ്, അതുപോലെയുള്ളൊരു സ്പേസാണ് പ്യൂബിസ് സിംബസിസ് എന്ന് പറയുന്നത്. ദ ലാർജ് ഓപ്പണിംഗ് ബിലോ ദ അസെറ്റാബുലം ഈസ് ദ obturator foramen, which is the largest foramen of the body. ക്ഷമിക്കണം, പ്യൂബിക് ബോണുകൾ കൂടിച്ചേരുന്ന സ്ഥലത്ത് ഫൈബ്രസ് കാർട്ടിലേജ് വഴി ജോയിൻ ചെയ്യുന്നതിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? പ്യൂബിസ് സിംബസിസ് എന്ന് പറയുന്നത്. ഓക്കെ. ദ ലാർജ് ഓപ്പണിംഗ് ബിലോ ദ അസെറ്റാബുലം ഈസ് ദ obturator foramen, which is the largest foramen of the body. നമ്മുടെ അസെറ്റാബുലം എന്തായിരുന്നു? ദാറ്റ് ക്യാവിറ്റി, ആ ക്യാവിറ്റിയുടെ താഴ്ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു ഒബ്റ്റുറേറ്റർ ഫോറാമൻ എന്തായിരുന്നു? നമ്മൾ പഠിച്ചില്ലേ, സ്കളിൽ കാണപ്പെടുന്നത്. അവിടെ ഏതായിരുന്നു? അവിടെ പരിചയപ്പെട്ട ഫോറാമൻ ഏതായിരുന്നു? ഫോറാമൻ മാഗ്നം. അവിടെ കാണുന്ന പോലെ തന്നെ ഇവിടെയും കാണുന്ന ഫോറാമനാണ് ഒബ്റ്റുറേറ്റർ ഫോറാമൻ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഫോറാമൻ ഓഫ് ദ ബോഡി. ശരീരത്തിലെ ലാർജസ്റ്റ് ഫോറാമനാണ് ഒബ്റ്റുറേറ്റർ ഫോറാമൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് ലോവർ ലിംബിലെ ബോണുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. പെൽവിക് ഗേഡിൽ സാക്രം കോക്സിസ് എന്ന് പറയുന്ന വെർട്ടിബ്രയുമായി കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ ബോണി പെൽവിക് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ബോണി പെൽവിക് എന്നറിയപ്പെടുന്നത്. പെൽവിക് ഗേഡിൽ സാക്രം കോക്സിസ് എന്ന വെർട്ടിബ്രയുമായിട്ട് കൂടിച്ചേർന്നതിനെ നമ്മൾ ബോണി പെൽവിക് എന്ന് പറയുന്നു. ഇൻ ഫീമെയിൽസ് ദ പെൽവിസ് ഈസ് വൈഡർ ആൻഡ് മോർ സ്പേഷ്യസ് ടു ഫെസിലിറ്റേറ്റ് ചൈൽഡ് ബർത്ത്. ഫീമെയിലിൽ പെൽവിസ് വൈഡായിട്ടാണ് കാണപ്പെടുന്നത്. മെന്നിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫീമെയിൽസിലാണ് വൈഡറായിട്ടുള്ളത്. ആൻഡ് മോർ സ്പേഷ്യസ് ടു ഫെസിലിറ്റേറ്റ് ചൈൽഡ് ബർത്തിനെ ഹെൽപ്പ് ചെയ്യാനാണ് പെൽവിസ് വൈഡായിട്ട് നിൽക്കുന്നത്. ബോൺസ് ഓഫ് ലോവർ ലിംബ്. നമ്മൾ കയ്യിലെത്തതുപോലെ തന്നെയാണ് ലോവർ ലിംബിലെയും ബോണുകൾ. 1 ഫീമർ, ടിബിയ, ഫിബുല, പാറ്റല്ല, 7 ടാർസൽസ്, 5 മെറ്റാടാർസൽസ്, 14 ഫലാഞ്ചസ്. പാറ്റല്ല എന്ന് പറയുന്നത് കാൽമുട്ടിൽ കാണുന്ന ബോണാണ്. ഏറ്റവും മുകൾ ഭാഗത്ത് വരുന്ന ഫീമർ, അതിനുശേഷം 2 ബോണുകൾ ടിബിയ, ഫിബുല, ദെൻ പാറ്റല്ല. അതിനുശേഷം നമ്മൾ അപ്പർ ലിംബിൽ പഠിച്ച പോലെയാണ്. അവിടെ കാർപ്പൽസ് ആയിരുന്നു. ഇവിടെ പറയുന്നത് ടാർസൽസ്, മെറ്റാടാർസൽസ് ആൻഡ് ഫലാഞ്ചസ്. ഫീമർ, ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ബോൺ ഓഫ് ദ ബോഡി. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അപ്പർ എൻഡ് ഷാഫ്റ്റ്, ലോവർ എൻഡ്. നമ്മുടെ ശരീരത്തിലുള്ള ലോങ്ങസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ബോണാണ് ഫീമർ എന്ന് പറയുന്നത്. അതിനെന്തുണ്ട്? ഹെഡ്, ഷാഫ്റ്റ്, കോണ്ടൈൽ എന്ന് പറയുന്ന റീജിയൻസ് ഉണ്ട്. ഹെഡ്, ഷാഫ്റ്റ്, കോണ്ടൈൽ, അപ്പർ എൻഡ്, ഷാഫ്റ്റ് ആൻഡ് ലോവർ എൻഡ്. ദെൻ ടിബിയ, ഫിബുല 2 ബോണുകളാണ്. ഹിപ്പ് ഗേഡിലിൻ്റെ ചിത്രം
പിക്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി ബോണുകളുടെയൊക്കെ സ്ഥാനം മനസ്സിലാക്കുക. ഹ്യൂമൻ പെൽവിക് ഗർഡിൽ ഓർ ഹിപ്പ് ഗർഡിൽ ഒബ്റ്റുറേറ്റർ ഫോറാമൻ കാണുന്നുണ്ട്. ഇഷിയം, അസെറ്റാബുലം, കോക്സിസ്, ആ സെൻറ്ററിൽ വരുന്ന ആ റീജിയൻ നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെയാണ് കോക്സിസ് സാക്രം വരുന്നത്. ബാക്കിയുള്ളതാണ് പെൽവിക് ഗർഡിൻ്റെ റീജിയൻസ്, ബോണുകൾ. ഓക്കെ, താങ്ക് യു. ഇനി സ്കെൽറ്റൽ സിസ്റ്റത്തിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.